കോഴിക്കോട് വടകരയിലെ പരിപാടിയിൽ ജനപങ്കാളിത്തം കുറഞ്ഞതിൽ സംഘാടകർക്ക് മുഖ്യമന്ത്രിയുടെ വിമർശനം. ചൂടുകാലത്ത് വിശാലമായി ഇരിക്കാൻ സംഘാടകർ അവസരമൊരുക്കിയെന്ന് പ്രസംഗത്തിനിടെ മുഖ്യമന്ത്രി വിമർശിച്ചു. പരിപാടിയിൽ നിന്ന് വിട്ടുനിന്ന വടകര MLA KK രമയ്ക്കും ഷാഫി പറമ്പിൽ MP-ക്കും വിമർശനമുണ്ടായി. നല്ല ചൂടിൻ്റെ കാലമാണല്ലോ ഇത്. ഇതിൻ്റെ സംഘാടകർ വലിയ പന്തൽ തയ്യാറാക്കിയെങ്കിലും വല്ലാതെ തെങ്ങിയിരിക്കണ്ട എന്നൊരു തോന്നൽ അവർക്കുണ്ടായിരുന്നു തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഇടപെട്ടിരിക്കാൻ നിങ്ങൾക്ക് നല്ല സൗകര്യം കിട്ടിയിട്ടുണ്ട്. അത് ഏതായാലും നന്നായി എന്നാണ് തോന്നുന്നത്. സമീർ സി മുഹമ്മദ് ഉണ്ട് കോഴിക്കോട്ട് നിന്ന് വിവരങ്ങൾ നൽകാൻ. സമീർ, ഈ വടകരയിലെ പരിപാടിയിൽ പങ്കാളിത്തം കുറഞ്ഞതിൽ ഉള്ള മുഖ്യമന്ത്രിയുടെ വിമർശനം ഏത് സ്വഭാവത്തിലുള്ളതായിരുന്നു? പൊതുവെ മുഖ്യമന്ത്രി രൂക്ഷമായ ഭാഷയിലാണ് പല വിഷയങ്ങളെയും വിമർശിക്കാറുള്ളത്. ഇപ്പോൾ ഈ വിഷയത്തെ വളരെ സരസമായി ഒരു ട്രോളായിക്കൊണ്ടാണ് അദ്ദേഹം വിമർശിക്കുന്നത്. മുഖ്യമന്ത്രി വടകരയിൽ നടക്കുന്ന പരിപാടിയുടെ തറക്കല്ലിനായാണ് എത്തിയത്. വടകര താലൂക്ക് ആശുപത്രിയുടെ വടകര ജില്ലാ ആശുപത്രിയുടെ 2ാം ഘട്ട വികസന പ്രവർത്തനങ്ങൾക്ക് ഇന്ന് തുടക്കം കുറിക്കുകയാണ്. അതിന്റെ തറക്കല്ലിടൽ ചടങ്ങാണ് നടക്കുന്നത്. വലിയ പങ്കാളിത്തം പലപ്പോഴും മുഖ്യമന്ത്രിയുടെ പരിപാടികളിൽ ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇന്ന് അത്ര അധികം ആളുകളെ കാണുന്നില്ല. മാത്രമല്ല, ഇതിൽ 5 മന്ത്രിമാർ, മുഖ്യമന്ത്രിയുണ്ട്, അതുപോലെ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യനുണ്ട്, സംസ്ഥാന മന്ത്രിമാരായിട്ടുള്ള വി അബ്ദുറഹിമാൻ, അതുപോലെ തന്നെ വീണ ജോർജ്, അതുപോലെ PA മുഹമ്മദ് റിയാസ്, ഇവരെല്ലാം പങ്കെടുക്കുന്ന വലിയൊരു പരിപാടിയാണ്. ആ പരിപാടിക്ക് പക്ഷേ അത്ര ഏറെ പ്രാധാന്യം കൽപ്പിക്കുന്നില്ല എന്നുള്ള ഒരു തോന്നൽ വന്നോ എന്നുള്ള ആ ഒരു വിമർശനമാണ് മുഖ്യമന്ത്രി മുന്നോട്ട് വെക്കുന്നത്. ആളൊഴിഞ്ഞ ആ ഒരു അവസ്ഥയെയാണ് മുഖ്യമന്ത്രി വിമർശിക്കുന്നത്. ചൂട് കാലമായതുകൊണ്ട് വന്നവർക്കെല്ലാം വിശാലമായിരിക്കാനുള്ള അവസരമാണ് സംഘാടകർ ഒരുക്കിയത് എന്നുള്ള ആ ഒരു വിമർശനമാണ് അദ്ദേഹം ഉന്നയിച്ചത്. ഇതോടൊപ്പം തന്നെയാണ് ഈ പരിപാടിയിൽ നിന്ന് വടകര MLA KK രമയും അതുപോലെ തന്നെ വടകര MP ഷാഫി പറമ്പിലും വിട്ടു നിൽക്കുകയാണ്. അവരെയും മുഖ്യമന്ത്രി വിമർശിച്ചു. ഔചിത്യം കൊണ്ട് കാര്യമായൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആ വിമർശനം അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി മുഖ്യമന്ത്രി വിമർശിച്ചത് മലപ്പുറത്ത് കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ള വീട്ടിലെ പ്രസവവുമായി ബന്ധപ്പെട്ടാണ്. വലിയ രീതിയിൽ ശാസ്ത്രം പുരോഗമിക്കുന്നു, ആരോഗ്യമേഖല പുരോഗമിക്കുന്നു. പക്ഷേ ഇത്തരം സംഭവങ്ങളിലും അശാസ്ത്രീയമായ കാര്യങ്ങളാണ് പലരും പ്രചരിപ്പിക്കുന്നതും അതുമായി ബന്ധപ്പെട്ടാണ് പലരും ജീവിക്കുന്നതും. ഇത്തരക്കാരെ സാമൂഹ്യ ദ്രോഹികൾ എന്നീ അത്തരത്തിലെ അവരെ കാണാനാവും. അവർ സാമൂഹ്യ ദ്രോഹികളാണ്. അത്തരം സംഭവങ്ങളെ ഒറ്റപ്പെടുത്തണം എന്ന കാര്യവും സമീർ സി മുഹമ്മദാണ് കോഴിക്കോട്ട് നിന്ന് വിവരങ്ങൾ നൽകിയത്.